സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. 2 വോട്ട് ഒരാൾക്കുണ്ടാകുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് കാണുന്നില്ല. അതേസമയം ഒരാൾ 2 വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഇത്തവണ നോട്ടയുണ്ടോ? ഈ നോട്ടയ്ക്ക് പകരം എൻ ബട്ടനാണുള്ളത്. അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഏകദേശം 10,000-ഓളം സ്ഥാനാർത്ഥികളുണ്ട്. അവർക്ക് ഇത്തവണ മത്സരിക്കാൻ പറ്റില്ല. വോട്ടർ എപ്പോഴും ഈ ഇലക്ടഡ് മെമ്പറെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് വാർഡ് സഭയോ ഗ്രാമസഭയോ വിളിച്ച് ചേർത്തില്ല എങ്കിൽ ആ മെമ്പറെ അയോഗ്യനാക്കണമെന്ന് കാണിച്ച് ഒരു വോട്ടർക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാം. അത് ജെന്യുവിനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ അയോഗ്യനാക്കാം. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും പോളിംഗ്. VVPAT സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കുന്നില്ല. എന്തായാലും ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. പോളിംഗ് സ്റ്റേഷൻസ് എല്ലാം ക്രമീകരിച്ചിട്ടുള്ള സ്കൂളുകളിലാണ്. സ്കൂളുകളിൽ ഇരിക്കാനുള്ള സൗകര്യം അവിടെ തന്നെ ഏർപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. വോട്ടെണ്ണൽ ദിവസം വൈകുന്നേരത്തോടുകൂടി എല്ലായിടത്തെയും ഫലം പ്രഖ്യാപിക്കാം. ഉച്ചയോടുകൂടി തന്നെ മിക്കവാറും എല്ലാം ഫലം പ്രഖ്യാപിക്കാൻ കഴിയും. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ എ ഷാജഹാൻ IAS ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ എ ഷാജഹാൻ. നമസ്കാരം. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തീയതികളൊക്കെ പ്രഖ്യാപിച്ചു. ഒരുക്കങ്ങൾ എവിടെ വരെയായി? തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ കമ്മീഷൻ ആരംഭിച്ചിരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് നടത്താവുന്നുള്ള ഒരവസ്ഥയിലാണ് കമ്മീഷൻ. എല്ലാ ജില്ലാ കളക്ടർമാരുമാണ് ജില്ലാ തലത്തിലുള്ള ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ, റിട്ടേണിംഗ് ഓഫീസേഴ്സ്, അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസേഴ്സും നേരത്തെ തന്നെ നോട്ടിഫൈ ചെയ്തിരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനമെല്ലാം നൽകി. നമ്മൾ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന പോളിങ്ങിന് ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആവശ്യത്തിനുള്ള മെഷീൻസ് നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. 2-3 മാസം മുമ്പ് തന്നെ അതിൻ്റെ ഫസ്റ്റ് ലെവൽ ചെക്കിങ് കഴിഞ്ഞു. അത് സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. VVPAT സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള തെരഞ്ഞെടുപ്പിന് VVPAT പ്രായോഗികമല്ല. അത് VVPAT ഉപയോഗിക്കേണ്ട ആവശ്യകതയോ അല്ലെങ്കിൽ നിർബന്ധാവസ്ഥയോ ഇല്ല. അതുകൊണ്ട് VVPAT ഇല്ല. കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റുമാണ് പോളിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കൺട്രോൾ യൂണിറ്റിൽ റൂറൽ ഏരിയയിൽ 3 ബാലറ്റ് യൂണിറ്റ് ഉണ്ടാകും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് 3 തലത്തിലുമുള്ള വോട്ട് ചെയ്യുന്നതിന് ഒരു വോട്ടർക്ക് അവകാശമുണ്ട്. നഗരസഭകളിൽ 1 വോട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു ബാലറ്റ് യൂണിറ്റ് മാത്രമായിരിക്കും ഉണ്ടാകുക. ഒരു ബാലറ്റ് യൂണിറ്റിൽ 15 വോട്ട് വരെ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ 15-ൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ വരികയാണെങ്കിൽ അഡീഷണൽ ബാലറ്റ് യൂണിറ്റ് ഉപയോഗിക്കും. ആ തരത്തിൽ ബാലറ്റ് EVM തയ്യാറാക്കി നേരത്തെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഈ പോളിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും, ഫോംസ്, രജിസ്റ്റേഴ്സ് ഇതെല്ലാം തന്നെ പ്രിൻറ്റ് ചെയ്ത് എല്ലാ ജില്ലകളിലും എത്തിച്ചിട്ടുണ്ട്. വാർഡുകളുടെ എണ്ണം ഇത്തവണ കൂടുതലല്ലേ? അതെ. അതനുസരിച്ച് EVM നേരത്തെ തന്നെ അത് കണക്ക് കൂട്ടി അതിനനുസരിച്ചുള്ള EVMs തയ്യാറാക്കിയിട്ടുണ്ട്. 50,000-ലധികം കൺട്രോൾ യൂണിറ്റ്സ് ഒരു വാർഡിൽ ഒരു പോളിംഗ് സ്റ്റേഷനെങ്കിലും ഉണ്ടാകും. നമ്മുടെ മൊത്തം പോളിംഗ് സ്റ്റേഷൻസ് 33,500-ഓളം പോളിംഗ് സ്റ്റേഷൻസാണ് ഉള്ളത്. അപ്പോൾ ഈ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷീൻസ് റെഡിയാണ്. വോട്ടിംഗ് സമയം 7 മണി. രാവിലെ പോളിംഗ് ദിവസം രാവിലെ 6 മണിക്ക് മോക്ക് പോൾ, 6 മുതൽ 7 വരെ മോക്ക് പോളിൻ്റെ സൗകര്യമാണ്. അത് കഴിഞ്ഞിട്ട് 7 മണി മുതൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ്. അവസാനം ക്യൂ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാം. 6 മണിക്ക് ക്യൂവിൽ നിൽക്കുന്നവർക്ക് അവസാനം നിൽക്കുന്ന ആൾ തുടങ്ങി ടോക്കൺ നൽകും. അങ്ങനെ മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. ഈയിടെ ഹൈക്കോടതി ഒരു ഉത്തരവ് പറഞ്ഞിരുന്നു, ഈ വോട്ട് ചെയ്യാൻ എത്തുന്നവർ നീണ്ട ക്യൂ കണ്ട് മടങ്ങിപ്പോകാൻ ഇടയാക്കരുത്, വാട്സാപ്പിലൂടെ വിവരങ്ങൾ കൈമാറണം, അതോടൊപ്പം തന്നെ അവർക്ക് വന്നാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ നൽകണം. അത്തരം കാര്യങ്ങളിൽ എന്താണ് കമ്മീഷൻ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ 10 മണിക്കൂറായിരുന്ന പോളിംഗ് സമയം കഴിഞ്ഞ തവണ 2020 കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 1 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്താണ് 11 മണിക്കൂറാക്കിയത്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആയിരുന്നത് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 11 മണിക്കൂർ സമയം പോളിങ്ങിനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 8 മണിക്കൂറാണ് നിയമപ്രകാരം ആവശ്യമായിട്ടുള്ളത്. അപ്പം വേണമെങ്കിൽ 3 മണിക്കും പോളിംഗ് അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷേ പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്ന വോട്ടർമാർക്ക് സൗകര്യപ്രദമായിട്ട് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും 100% വോട്ടർമാരും പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യുന്നതിന് സൗകര്യമൊരുക്കുന്നതിനും വേണ്ടി ആണ് ഈ 11 മണിക്കൂർ പോളിംഗ് സമയം ദീർഘിപ്പിച്ചിട്ടുള്ളത്. 11 മണിക്കൂറായിട്ട് ദീർഘിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 11 മണിക്കൂർ പോളിംഗ് സമയത്തിനുള്ളിൽ
മുഴുവൻ ഒരു പോളിംഗ് സ്റ്റേഷനിൽ എത്തി വോട്ട് ചെയ്യാനായിട്ട് ഉള്ള വോട്ടർമാരുടെ എണ്ണം 1300-ഉം 1600-ഉം എന്നുള്ളത്, അതായത് റൂറൽ ഏരിയയിൽ 1300-ഉം നഗരപ്രദേശങ്ങളിൽ 1600-ഉം എന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. അത് 1200-ഉം 1500-ഉമായിട്ട് കുറച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഉൾക്കൊള്ളാവുന്ന വോട്ടർമാരുടെ എണ്ണം ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ക്രമീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ വോട്ടർമാർ സൗകര്യപ്രദമായിട്ടുള്ള സമയത്ത് വന്ന് വോട്ട് ചെയ്യുക, അത് നീണ്ട ക്യൂ കാരണം ഏതെങ്കിലും ഒരു വോട്ടർ വന്നിട്ട് തിരിച്ചു പോവുക, അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ആപ്ലിക്കേഷൻ, ഒരു IT ആപ്ലിക്കേഷൻ പ്രാവർത്തികമാകുമോ എന്ന് പരിശോധിക്കാനും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്, അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ കഴിയുമെന്നുള്ളത്. അതുകൂടാതെ ആ ഉത്തരവിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇരിക്കാൻ ആവശ്യമാണ് എങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ബെഞ്ചുകളും മറ്റും സൗകര്യപ്പെടുത്തണമെന്നുള്ള ഇരിപ്പിട സൗകര്യം. സാധാരണഗതിയിൽ ഒരു വോട്ടർ വന്ന് ക്യൂവിൽ നിന്ന് അധികം സമയം നിൽക്കാതെ തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഉണ്ടാകേണ്ടത്. അതിനാണ് ക്യൂവിൻ്റെ നീളം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് പോകാൻ കഴിയുമോ എന്നുള്ളത് പബ്ലിക് ഡൊമൈനിൽ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഓരോ വോട്ടർക്കും പിന്നെ പോളിംഗ് സ്റ്റേഷനിലുള്ള അപ്പോഴുള്ള ക്യൂവിൻ്റെ അവസ്ഥ അറിയിക്കാനുള്ളൊരു സംവിധാനത്തെക്കുറിച്ചാണ് ആലോചിക്കാനായിട്ട്. അത് പ്രായോഗിക തലത്തിൽ എത്രത്തോളം ഭംഗിയായിട്ട് നടത്താൻ കഴിയുമെന്നുള്ള കാര്യം കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട്. ഇരിക്കാനുള്ള സൗകര്യം മിക്കവാറും എല്ലാ ബൂത്തുകളും സ്കൂളുകളിലാണ്. പോളിംഗ് സ്റ്റേഷൻസ് എല്ലാം ക്രമീകരിച്ചിട്ടുള്ള സ്കൂളുകളിലാണ്. സ്കൂളുകളിൽ ഇരിക്കാനുള്ള സൗകര്യം അവിടെ തന്നെ ഏർപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 3 ഘട്ടമായിട്ടായിരുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ. അന്ന് വീട്ടിൽ വോട്ട് ചെയ്യാനുള്ള, പ്രായമുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്തതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വാർഡ് ഒരു നിയോജക മണ്ഡലമാണ്. ഒരു വാർഡിലുള്ള ഒരു 2000-ഓ 3000-ഓ വോട്ടർമാർ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏരിയയിലാണെങ്കിൽ അത് ഒരു 10,000-ഓ 15,000-ഓ വോട്ടേഴ്സായിരിക്കും. അപ്പോൾ അതിനകത്ത് ഈ ഒരു സ്പെഷ്യൽ ബാലറ്റ് ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനം വേണ്ടിവരും. അത് പ്രായോഗിക തലത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അതേസമയം ഈ പോളിംഗ് ദിവസം പോളിംഗ് സ്റ്റേഷനിൽ, വീടിന് തൊട്ടടുത്തുള്ള പോളിംഗ് സ്റ്റേഷനിൽ വന്ന് വോട്ട് ചെയ്യാനായിട്ടുള്ള അസൗകര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക ക്രമീകരണമാണ്, ഒരു പ്രിയോറിറ്റി അവർക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിയന്ത്രണമുണ്ടോ? ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നേരിട്ട് പോയി ഇവരെ വാഹനത്തിൽ കൊണ്ടുവരാറുണ്ട്. ഒരു സഹായിയുടെ സഹായത്തോടു കൂടി വരിക എന്നുള്ളതാണ്. അവർക്ക് പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കാനും തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പ്രിസൈഡിംഗ് ഓഫീസറുടെ അനുവാദത്തോടു കൂടി ചെയ്യാനുള്ള അവസരമുണ്ട്. വോട്ട് ചെയ്യാനും അവരെ സഹായം ഉപയോഗിക്കാം. വോട്ട് ചെയ്യാനുള്ള സഹായിക്കുക എന്ന് പറഞ്ഞാൽ പോളിംഗ് സ്റ്റേഷൻ ഇതിന് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ കയറി വോട്ട് ചെയ്യുക എന്നുള്ളതല്ല. ഇൻ കേസ് അങ്ങനെയാണ് എങ്കിൽ ഏജൻസിൻ്റെ കൂടി പ്രസൻസിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക. ഇപ്പോൾ ഈ വോട്ട് എത്രത്തോളം ഈ പ്രക്രിയ നടപ്പിലാക്കാൻ വേണ്ടി എത്രത്തോളം ഉദ്യോഗസ്ഥരുണ്ട്? അത് SIR-ഉമായിട്ട് ഏതെങ്കിലും രീതിയിൽ കൂട്ടിമുട്ടുന്നുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള ഉദ്യോഗസ്ഥരുടെ ഒരു പകുതിയോളം ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിക്കേണ്ടി വരും. ഏകദേശം 1,80,000-ഓളം ഉദ്യോഗസ്ഥരാണ് ഈ പോളിംഗ് ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ട് ധാരാളം റിട്ടേണിംഗ് ഓഫീസറുടെ, അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലെ പ്രവർത്തനം, പിന്നെ EVM ക്രമീകരിക്കുന്നത് സംബന്ധിച്ചുള്ള, ബാലറ്റ് സെറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള, പിന്നെ സെക്ടറൽ ഓഫീസർമാരായിട്ട് നിയമിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള കുറേയധികം ഉദ്യോഗസ്ഥരുണ്ടാകും. പോളിംഗ് ദിവസം നമുക്ക് ഉള്ള 35,000-ഓളം വരുന്ന പോളിംഗ് സ്റ്റേഷനിൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ 4 ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിൽ 1,40,000-ഓളം ഉദ്യോഗസ്ഥർ വേണ്ടി വരും. കൂടാതെ റിസർവിൽ ഒരു 20% ഉദ്യോഗസ്ഥരുണ്ടാകേണ്ടി. അപ്പോൾ അത്രയധികം ഉദ്യോഗസ്ഥരെ ക്രമീകരിക്കാനുള്ള
ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് തോന്നുന്നില്ല. ബി എൽ ഒമാരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ബി എൽ ഒമാർ എന്ന് പറയുന്നത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സാണ്. അത് 25,000 ബൂത്ത്സാണ് അവർക്കുള്ളത്. അപ്പോൾ 25,000 ഉദ്യോഗസ്ഥർ മാത്രമേ അതിനാവശ്യമായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷണറും അതേപോലെ തന്നെ CUAയും ചേർന്ന് കളക്ടർമാരുടെ ഒരു മീറ്റിംഗ് നേരത്തെ തന്നെ വിളിച്ചിരുന്നു. കളക്ടേഴ്സ് അത് കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണം ജില്ലകളിൽ നടത്തുന്നതിന് തയ്യാറായിട്ടുണ്ട്. അത് പ്രശ്നം പരിഹരിച്ചു. പ്രശ്നം ഇപ്പം നിലനിൽക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ പോളിംഗ് ഡ്യൂട്ടിയിൽ വരുന്ന ഇപ്പോൾ ബൂത്തിൽ തലേന്ന് എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. പോളിംഗ് ദിനത്തിൽ ഡ്യൂട്ടിയിലുള്ളവർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും ഒരു വലിയ തലവേദനയാണ്. പലരും ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാകാൻ നോക്കും. അന്നേരം അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ താമസിക്കണേ തന്നെ ഉള്ളൊരു സംവിധാനമൊക്കെ പരിമിതമാണ്. അത്തരം കാര്യങ്ങളിൽ എന്താണ് കമ്മീഷൻ്റെ നിലപാട്? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും എല്ലാ സൗകര്യമുള്ള ഒരു സംവിധാനമാണ് സ്കൂളുകളിലുള്ളത്. എല്ലായിടത്തും കുടിവെള്ളവും ടോയ്ലറ്റ് സൗകര്യവും കിടക്കാനുള്ള സൗകര്യവുമൊക്കെ സ്കൂളുകളിൽ ഉണ്ട്. റൂമുകൾ അങ്ങനെ സജ്ജീകരിക്കാൻ കഴിയും. പണ്ടത്തതുപോലുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ജീവനക്കാർക്ക് ഉണ്ടാകുന്നില്ല. 1. 2, സാങ്കേതിക വിദ്യയുടെ ഒരു സൗകര്യമുണ്ട്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തതനുസരിച്ച് സ്കൂൾ കണ്ടെത്തുക, അല്ലെങ്കിൽ സ്കൂളിലേക്ക് യാത്ര ചെയ്തെത്തുക, തിരിച്ചു പോവുക, അത് കുറേ കൂടി എളുപ്പമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പരമാവധി നമ്മൾ അടുത്തുള്ള ബ്ലോക്കിൽ തന്നെ, അവരുടെ താമസ സ്ഥലത്തിന് അടുത്തുള്ള ബ്ലോക്കിൽ തന്നെ, അവരുടെ താമസിക്കുന്ന സ്ഥലത്തല്ല, അതിനടുത്തുള്ള തൊട്ടടുത്തുള്ള ബ്ലോക്ക് ഏരിയയിലുള്ള പോളിംഗ് സ്റ്റേഷനിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമുള്ളിടത്ത് അതിനുള്ള ക്രമീകരണം പ്രാദേശിക തലത്തിൽ നടത്തും. ഈ കള്ളവോട്ട് തടയാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ കമ്മീഷൻ 2 വോട്ട് ഒരാൾക്കുണ്ടാകുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് കാണുന്നില്ല. അതേസമയം പല സാഹചര്യങ്ങൾ കൊണ്ട് ഒരാളുടെ പേര് 2 സ്ഥലത്തുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. അത് ശരിക്കും ഒഴിവാക്കേണ്ടത് ആ വോട്ടർ തന്നെയാണ്. കാരണം തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ട്രാൻസ്ഫറായി കാസർഗോഡേക്ക് പോയി. തിരുവനന്തപുരത്ത് അയാൾ വോട്ടറായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നു. അപ്പോൾ അയാൾ കാസർഗോഡ് സ്ഥിരമായിട്ട് താമസിക്കുകയാണ് എങ്കിൽ അവിടെ വോട്ടർ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. അല്ലെങ്കിൽ വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ ഈ തിരുവനന്തപുരത്തുള്ള വോട്ടിൻ്റെ കാര്യം കൂടി അതിനകത്ത് അപേക്ഷയിൽ പറയണം. സ്വാഭാവികമായിട്ട് ആ പേര് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പേര് കാസർഗോഡ് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ വോട്ട് ഒഴിവാക്കുക എന്നുള്ള അതാണ് വേണ്ടത്. അങ്ങനെ അല്ലാതെ മെജോറിറ്റിയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ ചിലപ്പോൾ ഒറ്റപ്പെട്ട ഒരാളുടെ പേര് തന്നെ 2 സ്ഥലത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പെട്ട് വരാം. ഒരേ ലോക്കൽ ബോഡിക്ക് ഉള്ളിലാണ് എങ്കിൽ ERO തന്നെ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് തന്നെ അത് കണ്ടുപിടിച്ച് ഒഴിവാക്കാൻ കഴിയും. പക്ഷേ 2 ലോക്കൽ ബോഡിയിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു ഇൻറ്റിമേഷൻ്റെ ബേസിസിലാണ് ചെയ്യുന്നത്. കാരണം ഒരു പേര് ഒഴിവാക്കുക, ഒരു ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതിന് ഉപരിയായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒഴിവാക്കൽ പരമാവധി ഭംഗിയായിട്ട് എന്ന് പറഞ്ഞാൽ പരാതിക്കിടയാകാത്ത തരത്തിലാണ് ചെയ്യേണ്ടത്. അത് ഈ വോട്ട് ഇരട്ടിപ്പുള്ള കാര്യത്തിൽ, മറിച്ച് കള്ളവോട്ട് ചെയ്യുമല്ലോ. അതെ, അത്തരം കാര്യങ്ങളെ എങ്ങനെ നേരിടും? അപ്പോൾ അത് ക്രിമിനൽ കുറ്റമാണ്. കാരണം ഒരാൾ 2 വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. അത് കണ്ടുപിടിക്കുന്നതിനാണ് പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ കൂടാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിനിധികളെ നിയമിക്കാനുള്ള, പോളിംഗ് ഏജൻസിനെ നിയമിക്കാനുള്ള അവകാശമുള്ളത്. അങ്ങനെ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അയാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കുകയും ചെയ്യും. രാഷ്ട്രീയ പാർട്ടികൾ ചില സ്വാധീനമുള്ള മേഖലകളിൽ അവർ ഈ ബൂത്ത് അതിൻ്റെ അകത്ത് വലിയൊരു ഇൻഫ്ലുവൻസ്, ചിലപ്പോൾ എതിരെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ അത്ര ശക്തരായിരിക്കില്ല. അത്തരം മേഖലകളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നുണ്ടോ? അതോ കള്ളവോട്ടിൻ്റെ കാര്യത്തിൽ കർശന നടപടികളുണ്ടോ? അതെ, പോളിംഗ് സ്റ്റേഷനുകളുടെ മുഴുവൻ വിലയിരുത്തലും ജില്ലാ കളക്ടർ കൺസേൺഡ് ജില്ലയിലുള്ള പോലീസ് മേധാവികളുമായിട്ട് ചേർന്ന് ഒരു അസസ്മെൻറ്റ് നടത്തും. അപ്പോൾ സെൻസിറ്റിവിറ്റി മാപ്പിംഗ് എന്നാണ് നമ്മൾ സാധാരണ അതിനെ പറയുന്നത്. വളരെ ഹൈപ്പർ സെൻസിറ്റീവായിട്ടുള്ളത് നോർമലായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളെ തരംതിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ,
ഈ കള്ളവോട്ട് പോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ, പിന്നെ കമ്മ്യൂണലായിട്ടും പൊളിറ്റിക്കലായിട്ടും ഉള്ള സിറ്റുവേഷൻസ്, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുള്ളത്, പിന്നെ 100% പോളിംഗ് നടന്നിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ, പോളിംഗ് 0% നടന്നിട്ടുള്ള, ഒരു വോട്ട് പോലും പോൾ ചെയ്യാത്ത പോളിംഗ് സ്റ്റേഷൻ, അങ്ങനെയുള്ള പല ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് ഈ സെൻസിറ്റിവിറ്റി മാപ്പിംഗ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഹൈപ്പർ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അഡീഷണൽ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാകും. ആവശ്യമാണ് എങ്കിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. കൂടാതെ ഈ വെബ്കാസ്റ്റിങ്ങും വീഡിയോഗ്രാഫിയും പോലുള്ള സംവിധാനങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ വഴി നമുക്ക് ഇത് ഒരു പരിധിവരെ തടയാൻ കഴിയും. സമ്പൂർണ്ണമായിട്ടും തടയുക എന്നുള്ളത് തന്നെയാണ് കമ്മീഷൻ്റെ ഉദ്ദേശം. ഈ ബാലറ്റ് ബോക്സിൽ ഇത്തവണ നോട്ടയുണ്ടോ? ബാലറ്റ് ബോക്സ് ഉപയോഗിക്കുന്നില്ല, പക്ഷേ ബാലറ്റ് യൂണിറ്റിൽ നോട്ടയില്ല. ഇപ്പോൾ ഒരു വോട്ടർ വന്ന് 3 വോട്ട് ചെയ്യാൻ അയാൾക്ക് അവകാശമുണ്ട്. റൂറൽ ഏരിയയിൽ ചില വോട്ടർമാർക്ക് ഏതെങ്കിലും ഒരു തലത്തിലോ 2 തലത്തിലോ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നാണ് ഉദ്ദേശമെങ്കിൽ, അത് കഴിഞ്ഞ് 3ാമത്തെ തലത്തിൽ വോട്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ ബാലറ്റ് യൂണിറ്റിൽ ക്ലോസ് ചെയ്ത് എൻഡ് ബട്ടണുണ്ട്. ഈ നോട്ടയ്ക്ക് പകരം എൻഡ് ബട്ടണാണുള്ളത്. ആ എൻഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി മാത്രമേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. 2-3 വോട്ടുള്ള അടുത്ത് 2 വോട്ട് ചെയ്തിട്ട് എൻ ബട്ടൺ, ഒരു വോട്ട് ചെയ്യാനുള്ള ആളാണെങ്കിൽ പോലും അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്തിട്ട് അയാളുടെ വോട്ട് അവിടെ കാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് റെക്കോർഡ് ചെയ്യപ്പെടും. ഈ വോട്ടർമാരെ, പ്രത്യേകിച്ച് യുവ വോട്ടർമാരെ ആകർഷിക്കാൻ, പ്രത്യേകിച്ച് ഈ ജനാധിപത്യ പ്രക്രിയയാണല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? പൊതുവേ ഈ യുവ തലമുറയിൽ ഈ തെരഞ്ഞെടുപ്പിനോടൊക്കെ ഒരു ആഭിമുഖ്യം കുറയുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ച അന്തിമ വോട്ടേഴ്സ് ലിസ്റ്റിൽ 2,68,00,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അത് 2023 ഒരു സമഗ്രമായിട്ടുള്ള സംക്ഷിപ്ത പുതുക്കലിന് വിധേയമാക്കിയിട്ടു സമ്മറി റിവിഷൻ നടത്തിയായിരുന്നു. അതിൽ വളരെയധികം ഒഴിവാക്കപ്പെടേണ്ടവരെ ഒഴിവാക്കുകയും പുതുതായിട്ട് ചേർക്കേണ്ടവരെ ചേർക്കുന്നുള്ളൊരു അവസരം നൽകിയിരുന്നു. 2024 അത് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഈ 2 പുതുക്കലിലൂടെയും വളരെ കൂടുതൽ പുതിയ വോട്ടർമാർ വരികയും ഒഴിവാക്കേണ്ട വോട്ടർമാരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സംഭവിച്ചത്, അതിന് മുന്നോടിയായി ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടന്നു. എല്ലാ ലോക്കൽ ബോഡീസിലും, 2 ലോക്കൽ ബോഡി ഒഴികെ ബാക്കി എല്ലാ ലോക്കൽ ബോഡീസിലും, ആ 2 ലോക്കൽ ബോഡിയിലും 2015 പിന്നെ 2011 സെൻസസ് പ്രകാരം ഡീലിമിറ്റേഷൻ നടക്കുകയും അവിടെ 2011 സെൻസസ് ഡാറ്റ അനുസരിച്ചുള്ള ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള ഡീലിമിറ്റേഷൻ പ്രോസസ്സാണ് നടന്നത് എന്നുള്ളത് കൊണ്ടും 2024 പുതുക്കി നിശ്ചയിച്ച അംഗസംഖ്യ പ്രകാരം ആ 2 ലോക്കൽ ബോഡിയിലും മാറ്റം വന്നിട്ടില്ലാത്തത് കൊണ്ടും അവിടെ ഡീലിമിറ്റേഷൻ നടന്നിട്ടില്ല. അവിടെ ഒഴികെ ബാക്കി മുഴുവൻ ലോക്കൽ ബോഡീസിലും ഡീലിമിറ്റ് ചെയ്തു. അപ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ ലോക്കൽ ബോഡീസിലും ഇപ്പോൾ നിലവിൽ 2011 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള വാർഡുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. 2001 സെൻസസ് അനുസരിച്ചുള്ള വാർഡുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇത് തമ്മിൽ ഏകദേശം ഒരു 18 ലക്ഷത്തോളം പിന്നെ ജനസംഖ്യയിൽ വ്യത്യാസം ഉണ്ട് 2 സെൻസസിനിടയിൽ. അപ്പോൾ അത് നമ്മുടെ ലോക്കൽ ബോഡി വാർഡുകൾ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അത് ഇപ്പോഴാണ് നടന്നത്. അതിനാണ് ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടത്തിയത്. അപ്പോൾ വാർഡുകളെല്ലാം തന്നെ പുനർവിഭജിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 നമ്മൾ അപ്ഡേറ്റ് ചെയ്ത വോട്ടേഴ്സ് ലിസ്റ്റ് പുനഃക്രമീകരിച്ചിട്ട് അത് ഡ്രാഫ്റ്റായിട്ട് പബ്ലിഷ് ചെയ്ത് ഓഗസ്റ്റിൽ, അത് സെപ്റ്റംബർ 2 ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അന്ന് ഏകദേശം 35 ലക്ഷത്തോളം അപേക്ഷകൾ പേര് ചേർക്കാനും പേര് കുറവ് വരുത്താനും മാറ്റങ്ങൾ വരുത്തുന്നതിനും ഒക്കെ ആയിട്ട് അന്ന് ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരു അവസരം കൂടി സമഗ്രമായിട്ട് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയിരുന്നു. അത് ഒക്ടോബറിൽ 25 ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിൽ 2,84,00,000 വോട്ടേഴ്സാണ് ഉള്ളത്. ഈ മുഴുവൻ പ്രക്രിയയിലും പരമാവധി പുതിയ വോട്ടർമാരെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയും യുവ വോട്ടർമാരെല്ലാം തന്നെ
വോട്ടേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. നമ്മുടെ നിയമപ്രകാരം നേരിൽ ഹിയറിങ്ങിന് ഹാജരാകണമെന്നുള്ളതായിരുന്നു. അത് ഓൺലൈനായിട്ട് കൂടി ഹാജരാകാനുള്ള വീഡിയോ കോൺഫറൻസ് വഴി ഹിയറിങ്ങിന് അറ്റൻഡ് ചെയ്യാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. അതൊക്കെ കൊണ്ട് വളരെ കൂടുതൽ വോട്ടേഴ്സ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രചരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട്? അത് ഒരു വിശദമായിട്ടുള്ള മാർഗനിർദ്ദേശം നമ്മൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതുവെ ഈ ഉള്ള നിർദ്ദേശം എന്ന് പറയുന്നത് എതിർ കക്ഷികളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രസ്താവനകൾ, പ്രചാരണങ്ങൾ, മതപരമായ ജാതിപരമായിട്ടുള്ള നിന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അത് അങ്ങനെയുള്ള പരാതികൾ ലഭിക്കുകയാണെങ്കിൽ, അതായത് ഇത് സംബന്ധിച്ചൊരു മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. ഇലക്ഷൻ ഡിക്ലറേഷനോട് കൂടി തന്നെ അത് നിലവിൽ വന്നിട്ടുണ്ട്. ഇലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് മാത്രമാണ് അത് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും കൃത്യമായിട്ടും ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ സ്ഥാനാർത്ഥികളായാലും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരായാലും രാഷ്ട്രീയ പാർട്ടികളായാലും പൊതുജനങ്ങളായാലും മാധ്യമപ്രവർത്തകരായാലും പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അത് കർശനമായിട്ട് നടപടി സ്വീകരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ തലത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ വേണമെങ്കിലും അയോഗ്യരാക്കാൻ പറ്റുമോ? സ്ഥാനാർത്ഥികൾക്ക് അയോഗ്യരാകാം. ആക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അയോഗ്യരാകും. അതുപോലെ തന്നെ അവർ കണക്ക് കാണിക്കുന്നതിൽ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ചെലവഴിക്കാവുന്ന തുക അവരുടെ സ്ഥാനാർത്ഥിയായി അവരെ തിരഞ്ഞെടുക്കപ്പെടുന്നതിനിടയിലുള്ള സമയത്ത് ചെലവഴിക്കാനുള്ള തുക നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ 25,000 രൂപയാണ് പരമാവധി തുക. ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അത് 75,000 രൂപയാണ്. ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും അത് 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചിലവഴിക്കാനുള്ള തുക പരമാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ തുകയ്ക്ക് ഉള്ളിൽ നിന്ന് വേണം പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ. പക്ഷെ അതൊരിക്കലും നടക്കുന്നില്ലല്ലോ. ഇപ്പം നമ്മുടെ നഗരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലക്സും പോസ്റ്ററും തന്നെ ഈ തുക പര്യാപ്തം. അത് പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ ചിലവഴിക്കുന്ന തുക ഇതിനകത്ത് വരുന്നില്ല. സ്ഥാനാർത്ഥികളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ലിമിറ്റായിട്ടാണ് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. പാർട്ടികൾ ചിലവഴിക്കുന്നതിൻ്റെ ഓഡിറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആനുവൽ ഓഡിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അവർ ഫയൽ ചെയ്യണം. അതിന് അഗേൻസ്റ്റായിട്ട് പരാതികൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കാറുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള തുകയിൽ അവർ ഒതുങ്ങി നിന്നില്ലെങ്കിൽ അത് നടപടിക്ക്. അപ്പോൾ അതിന് അവരെ കഴിഞ്ഞാൽ അവരെ ഈ ഇലക്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞാൽ അന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ അവരുടെ ചിലവ് കണക്ക് കൃത്യമായിട്ട് ബില്ലും വൗച്ചറും സപ്പോർട്ടിംഗ് ഡോക്യുമെൻസും ഉൾപ്പെടെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് നൽകേണ്ടതുണ്ട്. ഇപ്പോൾ അത് എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെയാണ് അതിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു തദ്ദേശ സ്ഥാപനത്തിലേക്ക് മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും ചിലവ് കണക്ക് നൽകേണ്ടത് ആ സെക്രട്ടറിക്ക് തന്നെയാണ്. നേരത്തെ ഒരു പരാതി പലപ്പോഴും വരാറുണ്ടായിരുന്നു. ഞങ്ങൾ സമയത്ത് കൊടുത്തു, പക്ഷേ ഞങ്ങളുടെ കണക്കും കാര്യങ്ങളും ഒന്നും തന്നെ കമ്മീഷൻ ശരിയായിട്ട് പരിശോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു പുനഃപരിശോധനാ ഹർജി പോലെ നൽകാറുണ്ട്. പലരും അപ്പീൽ നൽകാറുണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് നമ്മളിപ്പോൾ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈനിലൂടെ സബ്മിറ്റ് ചെയ്യാം. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, പരാതി ഉണ്ടാകില്ല. ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് കണക്കുകൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാം. അത് 30 ഡേയ്സിനുള്ളിൽ തന്നെ ചെയ്യണം. 30 ഡേയ്സിനുള്ളിൽ കിട്ടാത്ത സ്ഥാനാർത്ഥികളുടെ, ചിലവ് കണക്ക് നൽകാത്ത സ്ഥാനാർത്ഥികളുടെ അവർക്ക് അയോഗ്യത ഉണ്ടാകും. കമ്മീഷൻ അയോഗ്യത കൽപ്പിക്കുന്ന ദിവസം മുതൽ 5 വർഷക്കാലത്തേക്ക് മത്സരിക്കാൻ പറ്റില്ല. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ 2020 തെരഞ്ഞെടുപ്പിൽ ഏകദേശം 1 ലക്ഷത്തോളം സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അന്ന് 21,900 വാർഡാണ് ഉണ്ടായിരുന്നത്. 1,200 ലോക്കൽ ബോഡീസാണ് ഉണ്ടായിരുന്നത്. ഇത്തവണയും 1,200 ലോക്കൽ ബോഡീസാണ്. വാർഡുകളുടെ എണ്ണത്തിൽ 1,706 വാർഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ തവണ 1 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. അതിൽ ചിലവ് കണക്ക് സമയത്ത് നൽകാത്തവരും
കണക്ക് നൽകിയതിൽ അപാകതയുള്ളവരുമായി അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഏകദേശം 10,000-ഓളം സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ അവരെ നോട്ടിഫൈ ചെയ്തിട്ടില്ല. അവർക്ക് ഇത്തവണ മത്സരിക്കാൻ പറ്റില്ല. അവർ മത്സരിക്കാൻ കഴിയാത്ത അയോഗ്യരാകപ്പെട്ട സ്ഥാനാർത്ഥികളുടെ മുഴുവൻ വിശദാംശങ്ങളും അതായത് ലോക്കൽ ബോഡീസിൽ അവൈലബിൾ ആണ്. ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെ പക്കലും അതുണ്ടാകും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നോമിനേഷൻ റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ വോട്ടർമാർക്ക് എന്ത് അവകാശമുണ്ട്? ഇപ്പോൾ വോട്ട് ചെയ്യാൻ വരുന്നതിന് പുറമെ ഇപ്പം നമ്മുടെ ഒരാളിൻ്റെ വീടിൻ്റെ ചുവരിൽ എഴുതുന്നത് അത് വോട്ടർക്ക് അത് അവിടെ എഴുതാൻ പാടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് കാരണം നമ്മുടെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പബ്ലിക് ഓഫീസുകളിൽ ഈ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ ചുവരുകളിൽ പോസ്റ്റർ പതിപ്പിക്കാൻ പാടില്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ പ്രിമൈസസ് ആണ് എങ്കിൽ അവരുടെ പെർമിഷനോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവർക്ക് പരാതിപ്പെടാം. അത് കമ്മീഷനാണോ പരാതിപ്പെടേണ്ടത്? കൺസേൺഡ് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാം, കമ്മീഷൻ നേരിട്ടും പരാതി തരാം. അങ്ങനെ തരികയാണ് എങ്കിൽ അത് പരിശോധിച്ചിട്ട് അത് ചുവരെഴുത്ത് മായ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റർ ഒഴിവാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേണ്ടി വരുന്ന ചിലവ് ഈ സ്ഥാനാർത്ഥിയുടെ ചിലവായിട്ട് കണക്കാക്കും. ഈ പൊതുസ്ഥലങ്ങളിൽ വലിയ ഫ്ലെക്സ് ഒക്കെ വെക്കുന്നതിന് നിയന്ത്രണമുണ്ട്. ഫ്ലെക്സ് ഈ നോട്ടീസ് ബോർഡോ അല്ലെങ്കിൽ അതേപോലുള്ള പൊതു സ്ഥലങ്ങളിലുള്ള സൗകര്യം ഏതെങ്കിലും തദ്ദേശ സ്ഥാപനമോ സർക്കാരോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ബന്ധപ്പെട്ട അധികാരിയുടെ പെർമിഷനോടുകൂടി വയ്ക്കാം. അത്രേ ഉള്ളൂ. അല്ലാതെ വെക്കാൻ പാടില്ല. ഉച്ചഭാഷണി ഉപയോഗം അത് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ പാടില്ല. 10 മണിക്ക് മുമ്പേ നിർത്തണം. ഈ പ്രചരണവും ഇത്ര 10 മണിക്ക് മുമ്പേ നിർത്തണമെന്നുണ്ടോ? പ്രചരണം സൈലൻ്റായിട്ട് പ്രചരണം നടത്തും. പക്ഷേ അത് 10 മണിക്ക് ശേഷം ചെയ്യാതിരിക്കുന്നതാണ് ഭംഗി. നമ്മുടെ നിയന്ത്രണം എന്ന് പറയുന്നത് ഉച്ചഭാഷണി നിയന്ത്രണം രാത്രി 10 മണിക്കും രാവിലെ 6 മണിക്കും ഇടയ്ക്കാണ്. ട്രാൻസ്ജെൻഡർമാർക്ക് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇലക്ഷനിൽ? അത് എല്ലാ വോട്ടർക്കും തുല്യമായിട്ടുള്ള പരിഗണനയാണ് കമ്മീഷൻ നൽകുന്നത്. ഭിന്നശേഷിക്കാർക്ക് ക്യൂവിലൊരു പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് പ്രത്യേകിച്ച് ക്യൂ നിൽക്കാതെ തന്നെ അവർ പ്രായമുള്ളവർക്കും പ്രായമുള്ളവരെന്ന് പറഞ്ഞാൽ ഒരു പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ, അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർ, അങ്ങനെയുള്ളവർക്ക് ഈ ക്യൂവിൽ നിൽക്കാതെ തന്നെ നേരിട്ട് വോട്ട് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. ഇപ്പം നമുക്ക് 6 കോർപ്പറേഷനുകളുള്ളതിൽ മേയർമാരുടെ കാര്യത്തിൽ വനിതാ സംവരണമുള്ള മൂന്നെണ്ണം ഉണ്ട്. അതെ. ബാക്കിയുള്ളതെല്ലാം ജനറലാണല്ലേ? ഇപ്പം ഉദാഹരണത്തിന് തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്കും വേണേൽ മേയറായിട്ട് മത്സരിക്കാമല്ലോ. മേയർ സ്ഥാനത്തേക്ക് അവരെ വേണമെങ്കിൽ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ഈ ജനറൽ വാർഡായിട്ടല്ലേ കാണത്തുള്ളൂ. അതിവിടെ പുരുഷ സംവരണം ഇല്ലല്ലോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അതായത് സംവരണം നമ്മുടെ 2 തലത്തിലുള്ള സംവരണമുണ്ട്. ഒന്ന് വാർഡുകൾ സംവരണം ചെയ്തിട്ടുണ്ട്, 2 ഹെഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സംവരണം ചെയ്തിട്ടുണ്ട്. 2 തലത്തിലുള്ള സംവരണത്തിനും അതായത് ഓരോ ലോക്കൽ ബോഡിയിലുമുള്ള വാർഡുകൾ സംവരണം ചെയ്തിരിക്കുന്ന കാര്യത്തിലും മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും പിന്നെ മുനിസിപ്പൽ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സ്ഥാനങ്ങൾ സംവരണം ചെയ്തിരിക്കുന്ന കാര്യത്തിലും 5 കാറ്റഗറിയാണ് വരുന്നത്, സംവരണ വിഭാഗങ്ങൾ വരുന്നത്. ഒന്ന് വനിത, 2 പട്ടികജാതി, 3 പട്ടികജാതി സ്ത്രീ, 4 പട്ടികവർഗം, 5 പട്ടികവർഗ സ്ത്രീ. ഈ 5 കാറ്റഗറിയിലുള്ള റിസർവേഷൻ സംബന്ധിച്ച് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഹെഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുമ്പോൾ ഈ റിസർവേഷൻ വനിതാ റിസർവേഷൻ മാത്രമുള്ളതാണ് മേയർമാരുടെ കാറ്റഗറി. ബാക്കി എല്ലാ കാറ്റഗറിയിലും, അതായത് ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റെ ഹെഡ്സ് ഈ 5 കാറ്റഗറി വരും. അപ്പോൾ അതിൻ്റെ കൗണ്ട് ഗവൺമെൻറ് നേരത്തെ നോട്ടിഫൈ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷനാണ് ഈ ഹെഡ്സിൻ്റെ സംവരണം നിശ്ചയിക്കുന്നത്, ഏതൊക്കെ ലോക്കൽ ബോഡീസാണ് ഏത് വിഭാഗത്തിലേക്ക് സംവരണം ചെയ്യപ്പെടേണ്ടതെന്നുള്ളത്. വാർഡുകളുടെ റിസർവേഷൻ സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് നേരത്തെ നോട്ടിഫൈ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരാണ് ഈ വാർഡ് റിസർവേഷൻ അന്തിമമായിട്ട് തീരുമാനിക്കുന്നത്. അത് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മറ്റ് 3 കോർപ്പറേഷനുകളിൽ വനിതാ മേയർമാർക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം പോലെ ബാക്കിയുള്ള 3 ആർക്കും പുരുഷനോ വനിതയ്ക്കും മേയറാവാവുന്ന. അതെന്താ വെച്ചാൽ ജനറൽ സീറ്റിലേക്ക് പുരുഷന് മത്സരിക്കാവുന്നില്ല.
ജനറൽ സീറ്റിലേക്ക് ഈ സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. വനിതയ്ക്ക് മത്സരിക്കാം, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മത്സരിക്കാം. അപ്പോൾ ഈ കാറ്റഗറി ഏതാണ്? പുരുഷ സംവരണം ഇല്ല. പുരുഷ സംവരണമല്ല, ജനറൽ സീറ്റ് ഉണ്ട്. ജനറൽ സീറ്റ് എന്ന് പറഞ്ഞാൽ 5 കാറ്റഗറി ഉള്ളതുപോലെ 3 പുരുഷന്മാരെ മേയർ ആകാവൂ, അങ്ങനില്ല. അല്ല, ഈ മേയറുടേത് ഇഷ്യൂ വരുന്നത് നമുക്ക് 6 കോർപ്പറേഷനാണുള്ളത്. ജില്ലാ പഞ്ചായത്ത് എടുക്കുമ്പോൾ 14 ജില്ലാ പഞ്ചായത്തുണ്ട്. അതിലൊരു ജില്ലാ പഞ്ചായത്ത് പട്ടികജാതി റിസർവേഷനുണ്ട്. 7 ജില്ലാ പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ വനിതകളാണ്. ഈ വനിതയ്ക്ക് റിസർവ് ചെയ്യാത്ത സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ ഡെപ്യൂട്ടി സ്ഥാനം, അതായത് ഉപാധ്യക്ഷ സ്ഥാനം വനിതയ്ക്ക് റിസർവ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ വനിതയ്ക്ക് റിസർവ് ചെയ്തിട്ടുള്ളിടത്ത് പുരുഷന് മേയറാകാൻ പറ്റില്ല. അതേസമയം വനിതയ്ക്ക് റിസർവ് ചെയ്യാത്ത സ്ഥലത്ത് വനിതയ്ക്ക് വേണമെങ്കിൽ മേയറാകാൻ പറ്റും. അപ്പോൾ ഈ മേയറുടെ കേസ് വരുമ്പോൾ കേരളത്തിലെ 6 കോർപ്പറേഷനാണുള്ളത്. നേരത്തെ നിയമം ഉണ്ടാകുന്ന സമയത്ത് 3 കോർപ്പറേഷനാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് റിസർവേഷനുള്ളൊരു സാധ്യത കുറവായതുകൊണ്ടായിരിക്കാം അന്ന് ആ നിയമവ്യവസ്ഥ അവിടെ ആപ്ലിക്കബിൾ ആകാത്തത്. പക്ഷേ കോർപ്പറേഷനുകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന്, ലെജിസ്ലേച്ചറിന് അത് ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് വഴിയാണ് അത് ചേഞ്ച് വരുത്താനുള്ള ബാധ്യതയുള്ളത്. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ ജനപ്രതിനിധികൾ എന്നാണ് അവർ അധികാരമേൽക്കേണ്ടത്? അതിനൊരു തീയതിയുണ്ടോ? അത് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിനെ തുടർന്ന് 2020 ഡിസംബർ 21-നാണ് പുതിയ ഭരണസമിതി നിലവിൽ വന്നത്. അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനെ തുടർന്ന് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന ഡേറ്റിലാണ് പുതുതായിട്ട് എലക്ട് ചെയ്യപ്പെടുന്ന മെമ്പേഴ്സ് സത്യപ്രതിജ്ഞ ചെയ്ത് മെമ്പറായിട്ട് മാറേണ്ടത്, മെമ്പർ കൗൺസിലറായിട്ട് മാറേണ്ടത്. അന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ ഇൻ കേസ് ഏതെങ്കിലും അംഗത്തിന് സത്യപ്രതിജ്ഞ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അയാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാം. 30 ദിവസം കഴിഞ്ഞാൽ മതിയായ കാരണമില്ല എങ്കിൽ അയാൾ അയോഗ്യനായി മാറും. അയാൾക്ക് മെമ്പറായിട്ട് മാറാൻ കഴിയില്ല. അതാണ് വ്യവസ്ഥ. അപ്പോൾ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന ദിവസമായിരിക്കും ഈ സത്യപ്രതിജ്ഞ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ 21 ആയതുകൊണ്ട് ഇത്തവണയും ഡിസംബർ 21-നായിരിക്കണം പുതിയ സത്യപ്രതിജ്ഞ നടക്കേണ്ടത്. ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യും. പക്ഷേ ആ നോട്ടിഫിക്കേഷനിൽ അനുസരിച്ച് ആദ്യത്തെ ദിവസം, അതായത് ആ നോട്ടിഫൈഡ് ഡേയിൽ ഈ എലക്റ്റഡ് മെമ്പേഴ്സിനെല്ലാം കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക ഇന്ന ദിവസമാണ് സത്യപ്രതിജ്ഞ എന്നുള്ളത്. സത്യപ്രതിജ്ഞാ ദിവസം ഏറ്റവും മുതിർന്ന അംഗത്തെ, ഗവൺമെൻറ് അങ്ങനെയാണ് സാധാരണഗതിയിൽ നോട്ടിഫൈ ചെയ്യുന്നത്, മുതിർന്ന അംഗമായിരിക്കും ആദ്യം ഓത്തെടുക്കുന്നത്. സ്പീക്കർ പോലെ. അതെ. എന്നിട്ട് അദ്ദേഹം മറ്റുള്ള അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കും, ചൊല്ലിക്കൊടുക്കും. എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യത്തെ യോഗം നടക്കും. അത് ഈ മുതിർന്ന അംഗത്തിൻ്റെ അധ്യക്ഷതയിലാണ് നടക്കുന്നത്. ആ യോഗത്തിൽ ഈ പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും അല്ലെങ്കിൽ മേയറേയും ഡെപ്യൂട്ടി മേയറേയും അല്ലെങ്കിൽ ചെയർമാനെയും വൈസ് ചെയർപേഴ്സണെയും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീയതി അനൗൺസ് ചെയ്യും. അതിനുള്ള ഇൻറ്റിമേഷൻ കൊടുക്കും. ആ തീയതി നിശ്ചയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. പെരുമാറ്റച്ചട്ടം എന്ന് വരെ ഉണ്ട്. അത് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഡിസംബർ 18 വരെയാണുള്ളത്. ഈ കാലയളവിൽ മന്ത്രിമാർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല. അവർക്ക് അവരുടെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാമല്ലോ അല്ലേ? കഴിയില്ല. അവർക്ക് ഈ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി, അതായത് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവർ യാത്ര ചെയ്യുകയാണെങ്കിൽ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ പാടില്ല. ഈ പോലീസിനെ എത്ര പേരെ നിയോഗിക്കും? അത്തരം കാര്യങ്ങളിലൊക്കെ ഇതായിട്ടുണ്ട്. നമുക്കിപ്പോൾ 2 ഘട്ടമായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. കഴിഞ്ഞ തവണ അത് 3 ഘട്ടമായിരുന്നു. അത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. കേരള പോലീസാണ്, കേരളത്തിലുള്ള പോലീസ് സംവിധാനം തന്നെയാണ് നമ്മൾ ഈ ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. പുറത്തു നിന്ന് പോലീസുകാർ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള സർവിങ് പോലീസ് ഓഫീസേഴ്സും പിന്നെ ഹോം ഗാർഡ്സ് അതുപോലുള്ള സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സും ഉൾപ്പെടെയുള്ള ഏകദേശം 71,000 പോലീസ് ഓഫീസേഴ്സിൻ്റെ സർവീസ് ഈ 2 ഘട്ടങ്ങളിലും കൂടി വേണ്ടി വരുമെന്നാണ്. ഒരു ഘട്ടത്തിൽ 35,000 36,000 പോലീസ് സേനാംഗങ്ങളുടെ ആവശ്യമാണ് വരുന്നത്. അത് പോളിംഗ് സ്റ്റേഷനിൽ, എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാകും. കൂടുതൽ സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അഡീഷണൽ ഫോഴ്സ് ഉണ്ടാകും. കൂടാതെ സർവൈലൻസിനും മറ്റും ആയിട്ടുള്ള സൗകര്യം, അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ
മൊബൈൽ ടീം ഉണ്ടാകും. കൂടാതെ ഈ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സും അതേപോലെ തന്നെ റിസപ്ഷൻ സെൻറ്റേഴ്സും കൗണ്ടിങ് സെൻറ്റേഴ്സും സ്റ്റോറേജ് EVM സ്റ്റോറേജ് പോലുള്ള ഫെസിലിറ്റീസിനും എല്ലാം തന്നെ പോലീസ് കാവലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കൂടി കണക്കാക്കിയിട്ടാണ് 71,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ഈ 2 ഘട്ടങ്ങളിലും കൂടി വേണ്ടി വരുമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഈ പോസ്റ്റൽ വോട്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അത് കൗണ്ടിങ് ദിനത്തിലുള്ള നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുന്നത്? അത് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കൗണ്ടിങ് ആദ്യം പിന്നെ പോസ്റ്റൽ ബാലറ്റ് ഉണ്ടെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യും. അതിനുശേഷം EVM കൗണ്ടിങ് നടക്കും. അപ്പോൾ ഒരു വാർഡിൽ ഇപ്പോൾ ഒരു വാർഡിലുള്ള ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡിൽ 8-10 പോളിംഗ് സ്റ്റേഷൻ, ആവറേജ് ഒരു 10 പോളിംഗ് സ്റ്റേഷൻ ഉണ്ടെന്ന് കരുതുക. ആ വാർഡിൻ്റെ ഈ 10 പോളിംഗ് സ്റ്റേഷനിലും ഉപയോഗിച്ച കൗണ്ടിങ് മെഷീൻസ് EVMs കൗണ്ട് ചെയ്യുന്നത് ആ ഒരു ടേബിളിലായിരിക്കും. അപ്പോൾ അതേസമയം റൂറൽ ഏരിയയിൽ ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിലെ ഈ 3 തലത്തിലുമുള്ള വോട്ടേഴ്സ് കൗണ്ട് ചെയ്യുന്ന ഒരു ടേബിളിലായിരിക്കും. അങ്ങനെയായിരിക്കും കൗണ്ടിങ്. നമുക്ക് ഈ വോട്ടെണ്ണൽ ദിവസം വൈകുന്നേരത്തോടുകൂടി എല്ലായിടത്തെയും ഫലം പ്രഖ്യാപിക്കാം. ഉച്ചയോടുകൂടി തന്നെ മിക്കവാറും എല്ലാം ഫലം പ്രഖ്യാപിക്കാൻ കഴിയും. ഉച്ചയോടുകൂടി തന്നെ കഴിയും. പറ്റുമല്ലോ. ഒരു 2 മണിയോടുകൂടിയൊക്കെ പൂർണ്ണമായിട്ടും ഫലം വരത്തക്ക രീതിയിലാണ് നിൽക്കുന്നുണ്ട്. ഈ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പല രാഷ്ട്രീയ വീക്ഷണങ്ങളുണ്ടാകും. അവരതിലൊരു താല്പര്യം ഇലക്ഷനിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും? അത് വളരെ കൃത്യമായിട്ടും ഇപ്പോൾ പ്രസിഡൻറ്റും പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ഗവർണറും പിന്നെ ഇലക്ഷൻ കമ്മീഷനും ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാറുണ്ട്. വോട്ട് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിക്കല്ലേ വോട്ട് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ആ സ്ഥാനാർത്ഥിയെ സെലക്ട് ചെയ്യുന്ന ആ ചോയ്സ് എന്ന് പറയുന്ന ആ വ്യക്തിക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ 18 വയസ്സ് കഴിഞ്ഞ വോട്ടവകാശമുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ വോട്ടവകാശം അത് സീക്രട്ട് ആണ്, രഹസ്യമായിട്ടാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം അത് അയാളുടെ വ്യക്തിനിഷ്ഠമായിട്ടുള്ളൊരു കാര്യമായിട്ട് എന്നുള്ളൊരു പരിഗണന വെച്ചിട്ടാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഇന്നയാൾക്ക് വോട്ട് ചെയ്തു, പരസ്യമായിട്ട് വോട്ട് ചെയ്യുന്നു, ബാലറ്റ് ബോക്സിൽ ബാലറ്റ് ഉയർത്തി കാണിക്കുന്നു, അല്ലെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്യുന്നത് മറ്റുള്ളവർ കാണുന്നു, അതൊന്നും അനുവദനീയമല്ല. അപ്പോൾ വളരെ രഹസ്യമായിട്ടാണ് ഈ വോട്ടിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാം, എല്ലാവർക്കും ഉള്ള അവകാശമുണ്ട്. പക്ഷേ ക്യാമ്പയിൻ നടത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർക്ക് ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മാറാൻ പറ്റില്ല. അങ്ങനെ പരാതി ഉണ്ടാകുകയാണെങ്കിൽ പരാതി ഉള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അത് അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കും. ഈ വോട്ടർമാരോട് എന്താണ് ഇലക്ഷൻ കമ്മീഷണർ എന്നുള്ള നിലയിൽ പറയാനുള്ളത്? ഈ വർഷം നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ ഒരു മുദ്രാവാക്യം തന്നെ ഇതായിരുന്നു. അതായത് 100% അവകാശമുള്ള എല്ലാവരും, അർഹതയുള്ള എല്ലാവരും വോട്ടർമാരായിട്ട് മാറുക. വോട്ടർമാരാകുന്ന 100% ആളുകളും പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ദിവസം വന്ന് വോട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത്, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ്, നമ്മുടെ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കടമയുമാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ നിയമസഭയിലേക്കോ പാർലമെൻറ്റിലേക്കോ ഒരു അംഗത്തെ തിരഞ്ഞെടുക്കുന്നത് നിയമനിർമ്മാണ സഭയിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ ഭൂരിപക്ഷമുള്ള കക്ഷികളോ മുന്നണികളോ ചേർന്നാണ് മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. ആ മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണനിർവഹണം നടക്കുന്നത്. എന്നാൽ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തിയും ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ പാർട്ടായിട്ട് മാറുകയാണ്. അവിടെ നിയമനിർമ്മാണമല്ല നടക്കുന്നത്. അവിടെ നടക്കുന്നത് അവരിൽ അർപ്പിതമായിട്ടുള്ള ഡ്യൂട്ടീസ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഫങ്ഷനാണ് ലോക്കൽ ബോഡി മെമ്പേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കുക, സ്കീം ഉണ്ടാക്കുക, പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരിക്കൽ വോട്ട് ചെയ്ത് ഒരു മെമ്പർ അത് എലക്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ വോട്ടറുടെ പ്രാധാന്യമോ അല്ലെങ്കിൽ അത് അവസാനിക്കുന്നില്ല. വോട്ടർ എപ്പോഴും ഈ ഇലക്ടഡ് മെമ്പറെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ റൂറൽ ഏരിയയിലാണെങ്കിൽ ഗ്രാമസഭകളുണ്ട്.
അർബൻ ഏരിയയിലാണെങ്കിൽ വാർഡ് സഭകളുണ്ട്. മുഴുവൻ വോട്ടർമാരും വാർഡ് സഭയുടെയും ഗ്രാമസഭയുടെയും ഭാഗമാണ്. അപ്പോൾ ഈ മെമ്പേഴ്സിനെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടി അതിനകത്ത് നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് വാർഡ് സഭയോ ഗ്രാമസഭയോ വിളിച്ച് ചേർത്തില്ല എങ്കിൽ ആ മെമ്പറെ അയോഗ്യനാക്കണമെന്ന് കാണിച്ച് ഒരു വോട്ടർക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാം. അത് ജെന്യുവിനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ അയോഗ്യനാക്കാം. അതേപോലെ തന്നെ ഒരു പാർട്ടിയുടെയോ ഒരു മുന്നണിയുടെയോ പേരിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ കൂറുമാറി മറ്റൊരു പാർട്ടിയിലേക്കോ മുന്നണിയിലേക്കോ പോയി കഴിഞ്ഞാൽ അതിനെതിരായി പെറ്റീഷൻ ഈ കമ്മീഷനിൽ തന്നെ ഫയൽ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ 6 വർഷക്കാലത്തേക്ക് അയാൾ അയോഗ്യനാക്കും. 6 വർഷത്തേക്ക് അയോഗ്യനാക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും മത്സരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ അവരുടെ ഈ മെമ്പറെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞു, അതുകൊണ്ട് മെമ്പറുടെ വോട്ടറുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു എന്നുള്ള രീതിയിൽ പറ്റാത്ത ഒരു സംവിധാനമാണ് പ്രാദേശിക ഭരണത്തിലുള്ള ഇലക്ഷൻ പ്രോസസ്സിൽ ഈ വോട്ടറും ഇലക്ടഡ് മെമ്പറും തമ്മിലുള്ളത്. അത് നിരന്തരമായിട്ട് നിരീക്ഷിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഇലക്ടഡ് മെമ്പറും വോട്ടറുമായിട്ടുള്ള ബന്ധമാണ് പ്രാദേശിക ഭരണതലത്തിലുണ്ടാകുന്നത്. അതാണ് ഈ വിനിയോഗിക്കണം അല്ലേ? തീർച്ചയായിട്ടും എല്ലാ വോട്ടർമാരും പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ദിവസം എത്തിയിട്ട് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കണം. കാരണം നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ ആ സംവിധാനത്തിൻ്റെ ഭാഗമാക്കാകുക എന്നുള്ളത് നമ്മൾ ഈ വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെയാണ് നമുക്ക് ശക്തമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാവട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.